ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. G20 നേതാക്കളുടെ 15ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദ്വിദിന സന്ദർശനാർത്ഥം ഇന്ന് തമിഴ്നാട്ടിൽ 67,000 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. കോവിഡ് വാക്സിൻ വിതരണം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.98%. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിരസിച്ചത് 3130 പത്രികകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗ് 7ാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയോടെ തുടക്കം. ATP ഫൈനൽ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് സെമിയിൽ. വാർത്തകൾ വിശദമായി. 15ാമത് G20 ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി GS. 21ാം നൂറ്റാണ്ടിന്റെ അവസരങ്ങൾ എല്ലാവർക്കും വേണ്ടി സഫലീകരിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. സൌദി അറേബ്യയാണ് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്നത്. G20 രാഷ്ട്രത്തലവന്മാരുടെ ഈ വർഷം നടക്കുന്ന 2ാമത്തെ യോഗമാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യൻ കീഴവകാശിയും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെ തുടർന്ന് G20 നേതാക്കളുടെ അസാധാരണ ഉച്ചകോടി 2020 മാർച്ചിൽ സംഘടിപ്പിച്ചിരുന്നു. കോവിഡ്-19 മഹാമാരിയുടെ വ്യാപനം തടയുന്നതിനും ആഗോള സഹകരണത്തോടെയുള്ള പ്രതിരോധത്തിനും ഉച്ചകോടിയിൽ നേതാക്കൾക്കിടയിൽ ധാരണയായിരുന്നു. കോവിഡ്-19 മഹാമാരിയിൽ നിന്നുള്ള സുസ്ഥിരമായ തിരിച്ചുവരവിനാണ് G20 ഉച്ചകോടി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മഹാമാരിയെ നേരിടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ, തൊഴിലവസരങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ നേതാക്കൾ ചർച്ച ചെയ്യും. 2020 ഡിസംബർ 1 ഇറ്റലി G20യുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സൌദി അറേബ്യയോടൊപ്പം ഇന്ത്യയും G20 കൂട്ടായ്മയുടെ 3-അംഗ കമ്മിറ്റിയിലേക്ക് എത്തും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉത്തർപ്രദേശിലെ വിവിധ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. മിർസാപൂർ, സോൻഭദ്ര എന്നീ ജില്ലകളിലെ പദ്ധതികൾക്കാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 5555 കോടി രൂപയിലധികമാണ് പദ്ധതി ചെലവ്. 2 വർഷം കൊണ്ട് പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 2995 ഗ്രാമങ്ങളിലെ വീടുകളിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കുടിവെള്ളമെത്തും. 42 ലക്ഷം ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഗുജറാത്തിലെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയുടെ 8ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ 2600 വിദ്യാർത്ഥികൾക്ക് ബിരുദ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഇതിനു പുറമെ 45 മെഗാവാട്ട് സൌരോർജ്ജ ഉൽപാദന പ്ലാന്റ്, വാട്ടർ ടെക്നോളജി മികവ് കേന്ദ്രം തുടങ്ങിയവയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. ഉന്നത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ പുരോഗതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് വിലയിരുത്തി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടന്ന യോഗത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അധ്യാപകരെ ബോധവൽക്കരിക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഉന്നത് ഭാരത് അഭിയാന്റെ പുരോഗതി സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ പഠനം നടത്തണമെന്നും ശ്രീ പൊക്രിയാൽ നിർദ്ദേശിച്ചു. നഗ്രോട്ട ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളായ 4 ഭീകരരെ വധിച്ചതിലൂടെ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശത്രുക്കളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പ്രാദേശിക ജനാധിപത്യ നടപടികൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ശ്രമത്തെ ഇതിലൂടെ പരാജയപ്പെടുത്താനായെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. 67,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. തിരുവള്ളൂരിൽ 380 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ മെട്രോ റെയിലിന്റെ 2ാം ഘട്ടത്തിനും ശ്രീ അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ ഭൂട്ടാൻ റൂപേ കാർഡ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിംഗും ചേർന്ന് വെർച്വൽ കോൺഫറൻസിംഗിലൂടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഭൂട്ടാന്റെ ആവശ്യങ്ങൾക്ക് ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തൊഴിലിടങ്ങളിലെ സുരക്ഷ, തൊഴിലാളികളുടെ ആരോഗ്യം, ജോലി സാഹചര്യങ്ങൾ നിയമം 2020ന്റെ കരട് രൂപം തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി. കരട് നിയമത്തിന്മേലുള്ള പരാതികളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. തുറമുഖങ്ങളിൽ ജോലി ചെയ്യുന്നവർ, നിർമ്മാണ തൊഴിലാളികൾ, ഖനിത്തൊഴിലാളികൾ, അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾ, കരാർ തൊഴിലാളികൾ, മാധ്യമപ്രവർത്തകർ, ശബ്ദ ദൃശ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവരുടെ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കരട് നിയമത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ യോഗം ചേർന്നു. വാക്സിൻ നിർമ്മാണത്തിലെ പുരോഗതി, അംഗീകാരം, സംഭരണം തുടങ്ങിയവ യോഗത്തിൽ ചർച്ച ചെയ്തു. ആരോഗ്യ പ്രവർത്തകരുടെ ലഭ്യത, ശീതീകരണ സംവിധാനം, വാക്സിൻ നൽകേണ്ടവരുടെ മുൻഗണനാ ക്രമം തുടങ്ങിയവയും ചർച്ചാ വിഷയമായി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94%ലേക്ക്. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ആകെ രോഗബാധിതരുടെ 4.93% മാത്രമാണ്. 44,807 പേർ കൂടി രോഗമുക്തി നേടി. 93.60% നിലവിലെ രോഗമുക്തി നിരക്ക്. രാജ്യത്തിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് 4,43,794 പേരാണ്. 45,882 പേർക്ക് രോഗം പുതുതായി സ്ഥിരീകരിച്ചു. 584 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,32,162 1.47% മരണനിരക്ക്. അതിനിടെ മുംബൈയിലെ താനെ ജില്ലയിലെ എല്ലാ സ്കൂളുകളും അടുത്ത മാസം 31 വരെ അടച്ചിടാൻ തീരുമാനിച്ചു. ഐസിഎംആറിന്റെ സഹകരണത്തോടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ 3ാംഘട്ട പരീക്ഷണം ഹരിയാനയിൽ ആരംഭിച്ചു. അംബാലയിലെ സിവിൽ ആശുപത്രിയിൽ ഹരിയാന ആരോഗ്യമന്ത്രി അനിൽ വിജ് ആദ്യ ഡോസ് സ്വീകരിച്ചു. 1ഉം 2ഉം ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായിരുന്ന വാക്സിന്റെ 3ാംഘട്ട പരീക്ഷണത്തിൽ രാജ്യത്തെ 26,000-ഓളം പേരാണ് പങ്കെടുക്കുന്നത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് അഹമ്മദാബാദ് നഗരത്തിൽ വാരാന്ത്യ സമ്പൂർണ്ണ കർഫ്യൂ. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ. അവശ്യ സേവനങ്ങൾ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നഗരത്തിൽ പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല. വ്യോമ, ട്രെയിൻ മാർഗ്ഗം എത്തുന്നവർ കൃത്യമായ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,78,00,000 കവിഞ്ഞു. 13,76,000-ൽ അധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 4 കോടിയിലധികം പേർ രോഗമുക്തി നേടി. ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇന്നലെ മാത്രം 2 ലക്ഷം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1951 മരണവും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 6,028 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 67,831 6,398 പേർ ഇന്നലെ രോഗമുക്തി നേടി. 9.98 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇതുവരെ സംസ്ഥാനത്ത് 1,997 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 3,130 പത്രികകൾ നിരസിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലഭിച്ച പത്രികകളിൽ 2,215 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 305 എണ്ണവും ജില്ലാ പഞ്ചായത്തുകളിൽ 133 എണ്ണവുമാണ് നിരസിച്ചത്. 477 പത്രികകളാണ് മുനിസിപ്പാലിറ്റികളിൽ നിരസിച്ചത്. 6 കോർപ്പറേഷനുകളിലായി 121 പത്രികകളും നിരസിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ കേരളത്തിലെ 5 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട മലപ്പുറം, കോഴിക്കോട് സ്വദേശികളായ 5 പേരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ATK മോഹൻ ബഗാൻ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. കളിയുടെ 67ാം മിനിറ്റിൽ ഫിജി താരം റോയ് കൃഷ്ണയാണ് ATKയുടെ വിജയ ഗോൾ നേടിയത്. തുടർച്ചയായ 5ാം സീസണിലും ഉദ്ഘാടന മത്സരത്തിനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. ATP ഫൈനൽ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് സെമിയിൽ കടന്നു. അലക്സാണ്ടർ സ്വരേവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജോക്കോവിച്ച് സെമിയിലെത്തിയത്. സ്കോർ 6-3, 7-6, 7-4. ശനിയാഴ്ച സെമിയിൽ ജോക്കോവിച്ച് ഡൊമിനിക് തീമിനെ നേരിടും. നേരത്തെ നിലവിലെ ചാമ്പ്യൻ സ്റ്റെഫാനോ സിറ്റിസ്പാസിനെ പരാജയപ്പെടുത്തി റഫേൽ നദാലും സെമിയിൽ എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. G20 നേതാക്കളുടെ 15ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദ്വിദിന സന്ദർശനാർത്ഥം ഇന്ന് തമിഴ്നാട്ടിൽ. 67,000 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. കോവിഡ് വാക്സിൻ വിതരണം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.98%. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിരസിച്ചത് 3,130 പത്രികകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗ് 7ാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയോടെ തുടക്കം. ATP ഫൈനൽ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15.